ഹലോ, അപ്പോൾ തനൂസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇപ്പം കുറേ ദിവസമായി കേട്ടോ വീഡിയോസ് ഒന്നും ഇടാത്തത്, എന്തൊക്കെയോ തിരക്കായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ നേതൂസ് നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ ഓൾ എണീക്കുമ്പോൾ വേഗം പണിയെല്ലാം ഒരുക്കി കഴിഞ്ഞിട്ട് അപ്പോൾ പണിയൊന്നുമില്ല. അപ്പോൾ ആ സമയത്ത് ഒരു വീഡിയോ പിടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ നേതൂസ് ഇതാ നേതൂസേ, അയ്യോ 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 പൊട്ടിപ്പോലേ, ഗാച്ച് പൊട്ടിപ്പോലേ. ഇതാ നേതൂസ് നോക്കിയാ, ഇതാ ഹായ് ഹായ് വഞ്ഞ, ഹായ് ഹായ് വരാ, ഹായ് 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 വരില്ല. അപ്പോൾ വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത്രയും പെട്ടെന്ന് വീട്ടിൽ കൂടണമെന്ന് വിചാരിക്കുന്നു, മഴക്ക് മുന്നേ തന്നെ. അപ്പോൾ അതിൻ്റെ ഓരോരോ ഒരുക്കത്തിലായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് ഇതാ വീടിൻ്റെ ഗ്ലാസ് പിടിപ്പിക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ രാജുവേട്ടൻ, നമ്മളെ ഇവിടെ നാട്ടിൽ തന്നെ ഇല്ലാന്ന് നമ്മുടെ ആശാരി കേട്ടോ. പിന്നെ രാജുവേട്ടൻ എന്തെല്ലോ പരിപാടിയില്ലാന്ന്. അപ്പോൾ തനൂസ് ഇന്ന് ഇടിയില്ല, തനൂസ് ഇന്നലെ പോയത്, അപ്പോൾ വന്നില്ല. അപ്പോൾ രാവിലെ നമ്മൾ രണ്ടാളും കൂടി ഇങ്ങനെ കയറി, ഇപ്പം കുറേ മണ്ണിടാനൊക്കെ ഉണ്ട്. അപ്പോൾ ഏട്ടൻ വരുമ്പോഴത്തേക്ക് വേഗം പണിയെല്ലാം ഒരുക്കി വെച്ചാൽ പിന്നെ ഏട്ടൻ വന്നോട് മണ്ണിടാലോ എന്നൊക്കെ വിചാരിച്ചിട്ടുള്ള പരിപാടിയിലായിരുന്നു കേട്ടോ. കുറച്ച് കൊത്താനൊക്കെ അതൊക്കെ ഇന്നലെ കൊത്തി വെച്ച് ഇനി മണ്ണിടുകയും കൊണ്ടു. അപ്പോൾ ഞാൻ ഈ ഗ്ലാസ്സൊക്കെ ഫിറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. ഓരോ സ്ക്രൂ മറ്റേ ഇതേമ പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ. അത് മറ്റേ അവർക്ക് പണിയെടുക്കാൻ മേശയില്ലേ, അപ്പോൾ നമ്മുടെ ഗ്യാസ് വെക്കാനാക്കി വെച്ച് അത് ഫിറ്റാക്കിനില്ല, ജസ്റ്റ് അത് ആക്കി വെച്ചതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ മുകളിൽ വെച്ചിട്ടാട്ടോ ഓറത് ആക്കുന്നേ. അപ്പോൾ നമ്മളെ നേതൂസുണ്ട് അച്ഛനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ രാജീവേട്ടനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ആക്കി വെച്ചിട്ടാണ് കേട്ടോ മണ്ണ് കൊണ്ടിടാൻ നിൽക്കുന്നത്. നമ്മൾ രണ്ടാളും തന്നെയാണ് മണ്ണ് കൊണ്ടിടൽ. ഏട്ടന് ലീവുള്ള ദിവസം, ഏട്ടനില്ലാത്ത ദിവസം ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് കേട്ടോ. പിന്നെ എനിക്കിങ്ങനെ 3-4 കൊട്ടയൊന്നും ഇങ്ങനെ ഉന്തി കൊണ്ടുപോകാനാവില്ല. അപ്പോൾ ഞാൻ കുറച്ചിട്ട് ഒറ്റക്കുള്ള സമയത്ത് കൊണ്ടിടും. അപ്പോൾ ഞാൻ വേഗം കോരി കൊടുക്കും, ഏട്ടൻ കൊണ്ടിടും. അപ്പോൾ പെട്ടെന്ന് ആവുമല്ലോ. പിന്നെ നമ്മുടെ തനൂസും നേതൂസും ഉണ്ട് കേട്ടോ കളിക്കുന്നത്. പിന്നെ ഇപ്പോൾ രണ്ടാളും പൊടിയിലും മണ്ണും തന്നെയാണ് കേട്ടോ. കാരണം ഞങ്ങളിതാക്കുമ്പോൾ അങ്ങനെ നമ്മുടെ തനൂസ് ഇതാ ഉണ്ണാനുണ്ടെങ്കിൽ ഏട്ടൻ്റെ പുറകെ തന്നെയാണ് കേട്ടോ ആൾ. അച്ഛനാണ് ഏറ്റവും കൂടുതൽ ഇത്. കാരണം എന്നോടുള്ളതിനേക്കാണ് കൂടുതൽ അച്ഛനല്ലേ അവൾക്ക് വേണ്ടത്. പിന്നെ നമ്മുടെ രാജീവേട്ടൻ്റെ ഗ്ലാസ്സൊക്കെ പിടിപ്പിക്കുന്നുണ്ട്. പിന്നെ ഇന്നെന്തായാലും ഫിറ്റാക്കില്ല, നാളെ ഫിറ്റാക്കും. അപ്പോൾ എന്തായാലും ഒറ്റയിൽ എടുക്കാനാവില്ല. അപ്പോൾ ഇന്ന് കുറച്ചെടുത്ത് ബാക്കി നാളെ എടുക്കാമെന്നാണ് വിചാരിക്കുന്നത് വീഡിയോ. അപ്പോൾ അങ്ങനെ ഗ്ലാസ്സൊക്കെ പിടിക്കുമ്പോഴത്തേക്ക് നമ്മളിതാ ഒരു വക മണ്ണൊക്കെ കളക്കുകയും കോരുകയും കൊണ്ടുവിടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. കാരണം അത്രത്തോളം ആവും, അത്രയും നമ്മൾ തന്നെ സ്വയം എടുക്കുന്നതാണല്ലോ നല്ലത്. അതുകൊണ്ട് പിന്നെ പരമാവധി നോക്കിയിട്ട് ആകുന്ന പോലെ നമ്മൾ തന്നെ എടുക്കാറാണ് പതിവ്. അങ്ങനെ നമ്മൾ ഏകദേശം ഇതാ നമ്മുടെ ഗ്ലാസ്സൊക്കെ കൂട്ടി ഇവിടെ ഫിറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നാളെ വന്നിട്ട് ഇതൊക്കെ പിടിപ്പിക്കുക ചെയ്യുക. അപ്പോൾ 2 ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. ഒരു ദിവസത്തേക്ക് വെച്ചാൽ ഒരുപാട് അങ്ങനെ ലെങ്ത്ത് വെക്കാതെ തന്നെ പരമാവധി ചുരുക്കിയിട്ടാണ് വീഡിയോ എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ഒന്ന് ചെയ്യട്ടോ. അപ്പോൾ ഇത് നമ്മുടെ രാജുവേട്ടൻ പിറ്റേ ദിവസം വന്നിട്ട് എന്താ ഗ്ലാസ് പിടിപ്പിക്കുന്ന വട്ടം നോക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഫ്രണ്ടിലും മുൻവശത്തൊക്കെ നമ്മൾ പ്ലെയിൻ ഗ്ലാസ് തന്നെയാണ് കേട്ടോ ഫിറ്റാക്കിയിട്ടുള്ളത്, കണ്ടില്ലേ. പിന്നെ റൂമിലും അങ്ങനെ ബെഡ്റൂമിലും അടുക്കള അങ്ങനെയൊക്കെ മാത്രമേ പിന്നെ ഡിസൈൻ വരുന്ന ഗ്ലാസ് യൂസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അത്യാവശ്യം ഇപ്പോൾ എല്ലാവരും പറയുന്നത് പ്ലെയിൻ ഗ്ലാസ് തന്നെ കൂടുതൽ ഉപയോഗിക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ ഇത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഗ്ലാസ് പിടിപ്പിച്ചിട്ട് കണ്ടില്ലേ. അപ്പോൾ ഇതാ മൊത്തത്തിൽ അവിടെ 3 പിടിപ്പിക്കാൻ വെച്ചിട്ടുണ്ട്, ഇപ്പുറം കൊണ്ട് വെച്ചിട്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം തന്നെയാണല്ലേ. കാരണം എത്രയോ നാളത്തെ കഷ്ടപ്പാടല്ലേ ഒരു വീട് എന്നുള്ളത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. കാരണം നമ്മുടെ സ്വന്തമായിട്ട് അത്രയും കഷ്ടപ്പെട്ട അതിൽ എനിക്ക് വേറെ തന്നെ ഒരു ഫീലല്ലേ അല്ലേ. അപ്പോൾ ഇതാ കണ്ടില്ലേ. അപ്പോൾ രാജുവേട്ടൻ അതിൻ്റെ ഇത് കുളത്തൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളെ ഫ്രണ്ടിലെ ഗ്ലാസ് ഇതാ കുറേ അടച്ചിട്ട് ഇടുന്നുണ്ട് കേട്ടോ, അകലാക്കിയിട്ട്. പിന്നെ ഇതാ ഞാൻ പറഞ്ഞത് കേട്ടോ, സൈഡിലുള്ളതൊക്കെ കുറച്ച് ഡിസൈനും പിന്നെ റൂമിലുള്ളത് കിച്ചണിലൊക്കെ കുറച്ച് ഡിസൈൻ വരുന്ന ഗ്ലാസ്സാണ്. അങ്ങനെ ഒരുപാടില്ല, ഇതാ ഇതുപോലെ ചെറിയ ഡിസൈൻ വരുന്ന ടൈപ്പിലുള്ള ഗ്ലാസ്സാണ്. കണ്ടില്ലേ. നമ്മുടെ കല്യാണി വല്യമ്മേൻ്റെ പശു കൊണ്ട് കരയുന്നതിൽ കേൾക്കുന്നുണ്ടോയെന്നറിയില്ല. ഞാൻ ആദ്യം എടുത്ത് വെച്ചിട്ട് പിന്നെ ഓഡിയോ പറഞ്ഞിടുകയോ ചെയ്ത കേട്ടോ. നമ്മുടെ നേതൂസിത ആൾ പിന്നെ ഒരു കളി തന്നെയാണ് കേട്ടോ, പൊടിയിലും മണ്ണിലൊക്കെ ആയിട്ട്. കാരണം ചെറുപ്പത്തിലേ ഓള് ജനിക്കുന്ന മുന്നേ ജനിച്ച ഒരേ വീടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെയാണ് ആൾ. അപ്പോൾ അങ്ങനെ ഇത് നമ്മുടെ ഗ്ലാസ്സൊക്കെ പൊടിപ്പിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയിലോട്ട്, അടുത്ത വീഡിയോ ആയിട്ട് കാണാം.